അറിയാം ഇസ്രായേലിന് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇസ്രായേലിലെ മലയാളികളുടെ ജീവിതം മറ്റുള്ളവരുടെ മലയാളി ജീവിതത്തെക്കാൾ വ്യത്യാസമുള്ള ഒന്നാണ്, ഒരുപാട് വ്യത്യാസമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നതാണ്. പക്ഷെ ഇസ്രായേലിലെ മലയാളികൾ മാത്രം പലപ്പോഴും മറ്റുള്ള ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതിനോട് റോബിൻസ് പറയായിരുന്നു 6 മണിക്കൂർ ഗ്യാപ്പിൽ വേണം ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ഇവിടെ മാത്രമുള്ള ഒരു പരിമിതിയാണ്. അപ്പൊ ആ പരിമിതിക്കിടയിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ ഈ പരിമിതികൾക്കുള്ളിൽ ഇവിടെ വരുന്നു, എല്ലാവരും ഒരുമിച്ച് ചേരുന്നു, ഓണം ആഘോഷിക്കുന്നു, നമ്മളാണെന്നുള്ള ഐഡന്റിറ്റി തിരിച്ചറിയുന്നു. നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എക്കാലത്തും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമസ്കാരം ഷാജി സാർ, നമസ്കാരം. ഞങ്ങളുടെ നിറവ് 2K25 എന്നൊരു പ്രോഗ്രാം എന്ത് തോന്നുന്നു ഇസ്രായേൽ വന്നതിന് ശേഷം? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി. ഇന്നലെ രാത്രി എന്നെ ഒന്ന് വിളിക്കുമ്പോൾ പങ്കെടുക്കാൻ പറ്റുമോ ഞാൻ നേരത്തെ വന്നിട്ട് മിനിസ്ട്രിയുടെ പ്രോഗ്രാം അയാൾ വിട്ടില്ല. അല്ല, ഉറപ്പായിട്ട് വന്നതിനെ ഭയങ്കര സമയം. എനിക്ക് നിങ്ങൾ ഇവിടെ ഇത്രയും പേര് ഒരുമിച്ച് പോകും, ഇത്രയും പരിമിതികൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇസ്രായേൽ മലയാളിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ ഞങ്ങള് ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭൂരിഭാഗം കെയർ ഗീവേഴ്സ് ആണ്. അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കൺസ്ട്രക്ഷൻ സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഏത് യുദ്ധ സാഹചര്യം വന്നാലും ഏത് എയർലൈൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടാലും നമ്മൾ പോകുമോ? നമ്മുടെ കുടുംബം പട്ടിണിയായിട്ടുണ്ടോ? നമുക്ക് സാലറി മുടങ്ങിയിട്ടുണ്ടോ? ഈ ഒരു ഐക്യത നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ജെറുസലേമിൽ നിർഭാഗ്യവശാൽ ഒരു വീട്ടിൽ നിന്ന് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് അറിഞ്ഞുകൂടാ. കൊലപാതകം എന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങളും ഈ നിൽക്കുന്ന എല്ലാവരും ഓരോ വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ്. നാളെ എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, വൈ ഇറ്റ് ഹാപ്പൻ. പക്ഷേ വയനാടിലെ ജീനേഷിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും കിട്ടിയിട്ടില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിറവ് 2K25 ജെറുസലേം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? കൊണ്ടുവരും. ഷൈനി ബാബു എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. ഷൈനി പറഞ്ഞു ഇത് അന്വേഷിക്കണം. ഞാൻ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ മാത്രമല്ല എംബസി ആയിട്ട് കാണുന്നുണ്ട് ഞങ്ങള്. അപ്പൊ എംബസിയിൽ